വെൽക്കം ബാക്ക് ടു ഓക്സിജൻ തമ്മിൽ ബൈ SKN. അല്ലെ ഡോക്ടേഴ്സ് ഒക്കെ ജീവിതശൈലി രോഗം കൂടിയെന്നാ പറയുന്നത്. ഇത് രോഗങ്ങളുടെ ഒരു ഒരു ഹെഡ് ഓഫീസാണ് കേരളം. എല്ലാത്തരം അസുഖങ്ങളും അതുകൊണ്ടാണ് ഇത്രയധികം ആവശ്യത്തിന് അനാവശ്യത്തിന് ആന്റിബയോട്ടിക് കഴിച്ച ആൾക്കാരുടെ പ്രതിരോധ അങ്ങ് ഒരു ബുദ്ധിമാനായ ഹോട്ടൽ ഉടമയാ. അങ്ങ് എപ്പോഴും പറയുന്നത് മരുന്ന് കഴിച്ചാണ് അസുഖങ്ങളെല്ലാം ഉണ്ട്. ഇത് എവിടെ തെളിയിച്ചതാ? ഹൃദ്രോഗം വന്ന ട്രീറ്റ്മെന്റ് ചെയ്യുന്നവിടെ ശരാശരി പ്രായം 40 വയസ്സിൽ താഴെ. അതെ, അതെന്തുകൊണ്ടാണ് കൂടുതലാവുന്നത്? കോവിഡിന്റെ പ്രശ്നമാണ്. ഹൃദ്രോഗത്തിന്റെ യുവാക്കളുടെ അകാല മരണം. വില്ലൻ ഫാസ്റ്റ് ഫുഡ് കുഴിമന്തി വന്നിട്ടില്ല ഇതിനകത്ത്. എന്റെ പൊന്ന് സാറേ, അങ്ങനെയൊക്കെ പറയല്ലോ. ഞാൻ ഈ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന മനുഷ്യൻ, എനിക്ക് വയസ്സ് 40 മേളായി. എനിക്ക് ആ ഹാർട്ടിന് കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ അനധികൃതമായിട്ട് വരുന്ന കുറെ തട്ടുകടകളുണ്ട്. അനാവശ്യമായ കളറുകളൊക്കെ ചേർത്തുകൊണ്ട് ആരും അവിടെ നിയന്ത്രിക്കാനില്ല. അവിടെ ഫുഡ് സേഫ്റ്റിക്കാർക്ക് കയറില്ല. അവർക്ക് വേറൊന്നും കൊടുക്കണ്ട, അവർക്ക് വില കുറച്ച് ഭക്ഷണം മാത്രം കൊടുത്താൽ മതി. ആ രീതിയിലുള്ള ഒരു സംവിധാനത്തിൽ ഇതൊക്കെ ചിലപ്പോൾ നടക്കുന്നുണ്ടാവും. ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട റെസ്റ്റോറന്റിനെ സംബന്ധിച്ചിടത്തോളം അത് ഫുൾ ടൈം ഒരു ഫുഡ് സേഫ്റ്റിയുടെ നിയന്ത്രണത്തിലാണ് പോകുന്നത്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇന്ന് പഴയ പോലെയല്ല. ഒരു കളറിന്റെ ടിന്ന് മുകളിൽ ഇരുന്ന് കഴിഞ്ഞാൽ എടുത്തുകൊണ്ടു കഴിഞ്ഞാൽ 15,000-20,000 ഫൈൻ വരും. രണ്ടാമത്തെ തവണയാണെങ്കിൽ നമ്മുടെ കട പൂട്ടിക്കും. അപ്പൊ ഞങ്ങളുടെ കടയിൽ ഒരു കളർ മേടിക്കാൻ നിവൃത്തിയില്ല. ഞങ്ങൾ എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് പോയില്ലെങ്കിൽ ഞങ്ങളുടെ കട പൂട്ടി പോകും. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഈ അജിനോമോട്ടോ പോലുള്ള ഈ ടേസ്റ്റ് കൂട്ടുന്ന സാധനങ്ങൾ അജിനോമോട്ടോ ഇപ്പൊ സത്യം പറഞ്ഞാൽ 95% ഹോട്ടലുകൾ ഉപയോഗിക്കുന്നില്ല. അജിനോമോട്ടോ ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഒരു നിയമത്തിലും പറയുന്നില്ല. കാരണം അജിനോമോട്ടോ എന്ന് പറയുന്നത് ചൈന അടക്കമുള്ള എല്ലാ രാജ്യങ്ങളും ഉപയോഗിക്കുന്നതാണ്. അതിന്റെ അളവിന് ഏത് ഫുഡ് ചേർത്താലും മനുഷ്യ ശരീരത്തിന് ഹാനികരമല്ല. ഇത് ഉപയോഗിക്കേണ്ട ഒരു ഡോക്ടറും പറയുന്നില്ല ഉപയോഗിക്കേണ്ടത്. നമ്മളിപ്പോ ഈ സാറ് പറഞ്ഞ പോലെ മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് ആണ് ഈ അസീനോമോട്ടോ എന്ന് പറയുന്നത്. ഈ സോഡിയം എന്ന് പറയുന്നത് നമ്മുടെ ഫുഡിൽ ജനറലി അവൈലബിൾ ആണ്. ഗ്ലൂട്ടാമേറ്റ് ഓൾസോ ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ ഫുഡ്. ഇപ്പൊ ടൊമാറ്റോ നമ്മൾ തക്കാളി എടുത്തു കഴിഞ്ഞാൽ അതിൽ ഗ്ലൂട്ടാമേറ്റ് ഉണ്ട്. സോ നമ്മുടെ ഫുഡിൽ മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് ഇടേണ്ട ആവശ്യമില്ല ഇന്ത്യൻ ഫുഡിൽ. ബട്ട് വേറെ ഫുഡ് ഇപ്പോൾ ചൈനീസ് ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ ആ ഫ്ലേവർ കിട്ടുന്നില്ല അവർക്ക്, ആ ടൊമാറ്റോയുടെയും ഇതിൻ്റെയും. അപ്പോൾ മേളിൽ കൂടെ കുറച്ച് മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് ഇട്ടാൽ അത് ഒരു പ്രശ്നമല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.